ഓണസദ്യക്ക് നമ്മൾ ഒരുപാട് തരത്തിലുള്ള അച്ചാറുകൾ തയ്യാറാക്കാറില്ലേ? ഇത്തവണ ഓണസദ്യക്കായിട്ട് ഞാൻ തയ്യാറാക്കി വെക്കാൻ പോകുന്ന ഒരച്ചാറാണ് ഈന്തപ്പഴം കൊണ്ടുള്ളത്. ഈന്തപ്പഴം പഴുത്തതല്ല, പച്ച പച്ചയാണെങ്കിലും വിളഞ്ഞ ഈന്തപ്പഴമാണ്. ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് മധുരം വെച്ചതുകൊണ്ട്. അപ്പോൾ ഈ ഈന്തപ്പഴം കൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ അച്ചാർ റെഡിയാക്കി വെക്കുന്നത്. ഈ ഈന്തപ്പഴത്തിനെ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഓരോ പീസായിട്ട് ഇളക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു സാധനം ഉണ്ട്, അതിങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ നീളത്തിന് ഇങ്ങനെ അരിയണം. ഇങ്ങനെ ഓരോ പീസായിട്ട് അരിയണം. ഇതിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഉപ്പ് ഇട്ട് കുറച്ച് സമയം നമ്മളിത് വെച്ചിരിക്കണം. ഒരു ദിവസം വെച്ചിരുന്നാലും നല്ലതാണ്, അതല്ലെങ്കിൽ കുറച്ച് സമയം നമുക്ക് ഉപ്പിട്ട് വെച്ചിരുന്നാലും മതി. പച്ചയ്ക്ക് കഴിക്കാനായാലും ഇത് നല്ല ടേസ്റ്റാണ്. ഈ മഞ്ഞ കളറാണ് കൂടുതൽ നല്ലത് ഈ അച്ചാർ ഇടാനും പച്ചയ്ക്ക് കഴിക്കാനും ഒക്കെ. കുറച്ച് ഞാൻ അരിഞ്ഞ് നേരത്തെ തന്നെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ഞാൻ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരുന്നത്. ഇതിന് രാവിലെ അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ചിരുന്നതാണ്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 2 ചെറിയ ഇഞ്ചി ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 15 അല്ലി വെളുത്തുള്ളി റൗണ്ടിന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും അച്ചാർ തയ്യാറാക്കുമ്പോൾ എള്ളെണ്ണയിലാണ് തയ്യാറാക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കാം. അച്ചാറിന് കടുക് ഉപയോഗിക്കുമ്പോൾ കറുത്ത തൊലിയില്ലാത്ത കടുകാണ് ഉപയോഗിക്കുക. പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇതിനകത്ത് കിടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ. 1/4 സ്പൂണ് ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കാം. അല്പം കായത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പഴുത്തതും ഉണ്ട്, പച്ചയും ഉണ്ട്. ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം മതി. തിളച്ച വെള്ളമായിരിക്കണം ഒഴിക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാമായിട്ട് ഇപ്പം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടാൽ ഈന്തപ്പഴമാണെന്ന് പറയോ? ഇങ്ങനെയാണ് പച്ച ഈന്തപ്പഴം ഞാൻ അച്ചാറിടാറുള്ളത്. ഇത് ഒരു 3-4 ദിവസം പുറത്തിരിക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് അങ്ങ് സോഫ്റ്റ് ആകും. ഇതിപ്പോൾ മാളുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് മാളിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈന്തപ്പഴത്തിൻ്റെ സീസൺ ആകുമ്പോഴാണ് ഇത് മാളുകളിലൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെ ഓണത്തിനേക്കുള്ള ഒരു അച്ചാർ തയ്യാറായി. നിങ്ങൾ ഇങ്ങനെയൊക്കെ നേരത്തെ അച്ചാറുകളൊക്കെ തയ്യാറാക്കി തുടങ്ങിക്കോളൂ. ഇനി അധികം നാളില്ലല്ലോ ഓണത്തിന്. ഇത് സദ്യയുടെ ഇലയിലേക്ക് വിളമ്പിയാലുണ്ടല്ലോ ഒരു പ്രത്യേക വിഭവമായിരിക്കും. ഇത് ഒരുപാട് നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഒരു കേടുപാടും വരില്ല. ഫ്രിഡ്ജ് നല്ല കൂളിംഗ് ഉള്ളതാണെങ്കിൽ ഇതിന് ഒരു കേടും കൂടാതെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് പറയാനും മറക്കല്ലേ. താങ്ക് യു.